Good morning! Welcome back to our channel Bolo We Only Live Once. നമ്മളിപ്പോൾ ഉള്ളത് ജോധ്പൂരിലാണ്. ഇന്നലെ നമ്മൾ ജയ്പൂരിൽ നിന്ന് തിരിച്ച് ഒരു 4:30 AM ഒക്കെ ആയപ്പോഴത്തേനും ജോധ്പൂർ എത്തി. നമ്മൾ ജസ്റ്റ് ഓൺലൈനൊക്കെ നോക്കിയിട്ട് ഫസ്റ്റ് കണ്ട ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആക്ച്വലി നല്ലൊരു സെറ്റപ്പാണ്. നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ ഗുഡ് എന്ന് തോന്നിയ ഒരു ഹോട്ടൽ ആക്ച്വലി ഇതാണ്. ഞാൻ ഇതിൻ്റെ റൂം ടൂർ ഞാൻ കാണിക്കാം. എനിവേ ഇപ്പം നമ്മൾ റെഡി ആയിട്ട് പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. ജോധ്പൂരിനെ ബ്ലൂ സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ മോസ്റ്റ്ലി ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ ബ്ലൂ സിറ്റി ലെയിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമ്മൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഒരു ഇത് കേട്ടത് കൊണ്ട് നമ്മൾ സ്കൂട്ടർ റെന്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര സ്കൂട്ടറിലായിരിക്കും. കാഴ്ച കാണാൻ പോകുന്നതിന് മുമ്പേ ആദ്യം നമുക്ക് ഇന്ധനം നിറയ്ക്കണമല്ലോ, വണ്ടിക്കും നമുക്കും. അതുകൊണ്ട് ആദ്യമേ നമ്മളൊരു റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. പോകുന്ന വഴി നമ്മൾ സിറ്റിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ജോധ്പൂർ ഒരു വളരെ ചെറിയ സ്ഥലമാണ്, ഒരു ഗ്രാമമാണ്. താടി റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേ, ദ ക്രൗൺ പ്ലാസ ഹെറിറ്റേജ്. ഇതിലേതാ ഇതിൻ്റെ പേരെന്ന് അറിഞ്ഞൂടാ. താടിയാണോ തടിയാണോ എന്തായാലും വേണ്ടില്ല, കുറച്ച് ലഞ്ച് കിട്ടിയാൽ മതി. കഫേയിൽ നല്ല വെറൈറ്റി സീറ്റ്, ഡ്രം പൊട്ടിച്ച് വെച്ചിരിക്കുക. കേർഡ് റൈസ് പറഞ്ഞാൽ അവർ കേർഡും റൈസും കൊണ്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ വാശിക്ക് രമ്യ ഒരു ദാൽ ഫ്രൈ പറഞ്ഞു. പപ്പടമുണ്ട്, പിന്നെ ഒരു ചോക്ലേറ്റ് ഷേക്കും പറഞ്ഞു, ഒരു ഓറിയോ ഷേക്കും. കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു വ്യത്യാസം വന്നു. നമ്മൾ മെഹ്റംഗഡ് ഫോർട്ട് കാണാൻ ആദ്യം പോകാമെന്ന് വിചാരിച്ചു. ദേ ഈ കാണുന്നതാണ് ഫോർട്ടിന്റെ ദൂരെ നിന്നുള്ള വ്യൂ. നമ്മുടെ വണ്ടി താഴെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഓട്ടോയിലോ നടന്നോ വേണം മുകളിലേക്ക് കയറാൻ. ഇവിടെ ആക്ച്വലി ഫുഡ്, ഡ്രിങ്ക്സ്, സിഗരറ്റ്സ്, ലൈറ്റേഴ്സ് ഇതൊന്നും അലൗഡ് അല്ല. സെൽഫി സ്റ്റിക്ക്, ട്രൈപോഡ് ഇതൊന്നും അലൗഡ് അല്ല. ട്വൽത്ത് ഫ്ലോർ വരെ അവര് നമുക്ക് ലിഫ്റ്റ് വേണമെങ്കിൽ എടുക്കാം. പെർ പേഴ്സൺ 50 റുപ്പീസാ. സ്റ്റേഴ്സ് കയറുന്ന വഴിക്ക് വ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് 1 വേ ആണ് ലിഫ്റ്റ്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ വ്യൂസ് കാണാൻ പറ്റും. അപ്പം വെറുതെ കയറ്റം കയറി ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ലിഫ്റ്റ് എടുക്കുകയാണ്. കുറച്ച് ക്യൂ ഉണ്ട്, ഇവിടെ തിരക്കാണ്. മെഹ്റംഗഡ് ഫോർട്ടിൽ റയോലൈറ്റ് എന്നും സാൻഡ് സ്റ്റോൺ എന്നും പറയുന്ന 2 റോക്സ് കൂടി ചേർന്നാണ് വരുന്നത്. ഈ ലിഫ്റ്റ് 1995 പണിതതാണ്. അതിനു മുമ്പേ ഈ 12 ഫ്ലോർ എല്ലാവരും നടന്നാണ് കയറിക്കൊണ്ടിരുന്നത്. ജോധ്പൂരിന് 2 പേരുകളുണ്ട്, വട്ടപ്പേരുണ്ട്. സൺ സിറ്റിയും ബ്ലൂ സിറ്റിയും. സൺ സിറ്റി എന്ന് വിളിക്കാൻ കാര്യം ഇസ് ബിക്കോസ് ഇവിടുത്തെ രാജാക്കന്മാരെല്ലാം രാജ്പുത് സൂര്യവംശി ക്ലാനിലുള്ളവരാണ്. അതുകൊണ്ടാണ് സൺ സിറ്റി എന്ന് വിളിക്കുന്നത്. ബ്ലൂ സിറ്റി എന്ന് വിളിക്കുന്നതിന്റെ റീസൺ ഞാൻ പറയുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഈ ബ്ലൂ കളർ പെയിന്റ് ചെയ്തിരിക്കുന്നതാണ്, ലൈം സ്റ്റോണിൽ ബ്ലൂ കളർ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ജോധ്പൂർ ഭയങ്കര ചൂട് വരുന്ന ഒരു സിറ്റിയാണ്. അപ്പം ഇവിടെ ആ റൂംസിനെ കൂളാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇങ്ങനെ ബ്ലൂ കളർ അടിച്ചാൽ കുറച്ചുകൂടെ കൂളാവുന്ന അവർ കണ്ടു. ഗൈഡ് പറഞ്ഞതനുസരിച്ച് ജോധ്പൂർ ഭയങ്കര ഡ്രൗട്ട് ഒക്കെ വരുന്ന ഒരു സിറ്റിയാണ്. വെള്ളം തീരെ കുറവാണ്. ഗ്രൗണ്ട് വാട്ടർ ചില സ്ഥലത്തുണ്ട്, ചില സ്ഥലത്തില്ല. കുടിക്കാനുള്ള വെള്ളമൊക്കെ അവർ പഞ്ചാബിൽ നിന്ന് കനാല് വഴി ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണോ അതോ? ഈ ഫോർട്ടിൽ കാനൻ വെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഈ കമ്പികളൊന്നും നേരത്തെ ഇല്ലായിരുന്നു, അത് പിന്നെ വെച്ചതാണ്. ഇത് അതുപോലെ തോക്ക് വെച്ചിരുന്ന സ്ഥലം ഫോർട്ടാണല്ലോ. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാലസ് കാണാൻ പറ്റും. ഇതിന്റെ പേര് ജസ്വന്ത് ഠാഡ എന്നാണ്. ഇത് ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന പ്രിൻസ് പുള്ളിയുടെ ഫാദറിന്റെ ഓർമ്മയ്ക്ക് ചെയ്തതാണ്. താജ്മഹൽ മുംതാസിന്റെ ഓർമ്മയ്ക്ക് എന്നുള്ള രീതിയിൽ ഇത് ഇവിടുത്തെ താജ്മഹൽ എന്നാണ് പറയുന്നത്. താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്ന സെയിം മാർബിൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഇതും. ഇവിടുത്തെ ജോധ്പൂരിലെ ആൾക്കാരെ മാർവാഡ് എന്നാണ് പറയുന്നത്, മാർവാഡീസ്. ഭയങ്കര സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവമായിരുന്നു. സ്റ്റോബായിരുന്നു. ഇവിടുന്ന് ഗൺ പൗഡർ ഇപ്പൊ ഇട്ട് അടച്ചിട്ടേക്കാം. എന്നിട്ട് പണ്ട് കാലത്ത് ഇവിടുന്ന് ഒരു കോട്ടന്റെ ഒരു തുണി ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ കത്തിച്ചു വിടുവായിരുന്നു. ഇതിന്റെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഇവിടെ അടുത്തൊരു വാട്ടറിന്റെ ടാങ്ക് പോലെ കത്തി കഴിയുമ്പോഴത്തേക്കിന് പുള്ളി ചെവി അടയ്ക്കും. ഫുള്ളും വെള്ളത്തിൽ വെച്ചാൽ ചെവി പോകാതിരിക്കും. അത്രയ്ക്ക് ഭയങ്കര സൗണ്ടായിരുന്നു. നേരത്തെ നമ്മൾ കണ്ട ബ്ലൂ സിറ്റി ഓൾഡ് ജോധ്പൂർ ആണ്. ഈ സൈഡാണ് ന്യൂ ജോധ്പൂർ. ഇവിടെ ആക്ച്വലി ബ്ലൂ ഉണ്ട്, പക്ഷെ കുറവാണ്. മൊത്തം ജോധ്പൂർ സിറ്റി നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. കാണുന്ന ചെയർസ് ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. 7:30 അത് ഓപ്പൺ ആവുള്ളൂ. ഇത് നമ്മുടെ ഇവിടുത്തെ ഗൈഡാണ് കേട്ടോ. പുള്ളി ഇപ്പൊ സതി എന്ന് പറയുന്ന പ്രാക്ടീസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോധ്പൂരിൽ വളരെ പ്രിവലന്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രാക്ടീസ് ആണ് സതി. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഹസ്ബൻഡ് മരിച്ചിട്ട് ബോഡി കത്തിക്കുന്ന സമയത്ത് വൈഫ് അതേ തീരെ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആയിരുന്നു. ഇത് ആർക്കും കമ്പൽസറി ആയിരുന്നില്ല. ഹസ്ബൻഡിനോടുള്ള റെസ്പെക്ട് കാണിക്കുന്ന രീതിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതിപ്പോ നമ്മൾ ഫോർട്ടിന്റെ ഒരു സെൻട്രൽ സ്ക്വയർ പോലെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ടർബൻ കെട്ടുന്നത് കാണിക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ജോധ്പൂരിലെ മാർവാഡീസിന്റെ ഒരു ഫേമസ് സംഭവമാണ് ഈ ടർബൻ കെട്ടുക എന്നുള്ളത്. 9 മീറ്റേഴ്സ് ലോങ്ങും 1 മീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു തുണി തലയിൽ ഇങ്ങനെ ചുറ്റി കെട്ടുന്നതാണ് ഇതിന്റെ ഒരു സംഭവം. ഇത് ഇവിടുത്തെ ചൂടിൽ ഇവരുടെ തല പ്രൊട്ടക്ട് ചെയ്യാനും തണുപ്പിക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്.
ഈ ഫോർട്ടിൽ ഇവർ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആർക്കിടെക്ചർ ആണ്. ഈ കാണുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പ്രിൻസിനെ ഫ്യൂച്ചർ കിങ് ആയിട്ട് അനൗൺസ് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ കണ്ടത് ആനയുടെ പുറത്ത് വെക്കുന്ന പലതരം സീറ്റുകളാണ്. രാജാവ് വെറുതെ പോകുമ്പോൾ, ഹണ്ടിങ്ങിന് പോകുമ്പോൾ, ഫാമിലി ആയിട്ട് പോകുമ്പോൾ, അങ്ങനെ പല പല സീറ്റുകൾ നമ്മൾ കണ്ടു. അത് ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുമ്പോൾ. ഷോർട്ട് ഡിസ്റ്റൻസിന് അവർ പല്ലക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൾക്കാരെ കൊണ്ടാണ് ചോപ്പിച്ചുകൊണ്ടിരുന്നത്. അതും പല ടൈപ്പ് ഉണ്ട്. രാജാവ് ഒറ്റയ്ക്ക് പോകുമ്പോൾ, രാജകുമാരനെ കൊണ്ട് പോകുമ്പോൾ, പെണ്ണുങ്ങൾക്ക് വേറെ, ആണുങ്ങൾക്ക് വേറെ, അങ്ങനെയൊക്കെ. ഈ കാണുന്നത് പിഗിന്റെ ഷേപ്പിലുള്ള ഒരു കാനൺ ആണ്. പിന്നെ അവരുടെ കുറെ വെപ്പൺസ് ഡിസ്പ്ലേയിലുണ്ട്. ഇവരുടെ സ്വന്തമായിട്ടുള്ളതും ഗിഫ്റ്റ് കിട്ടിയതും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫേമസ് ഡിസൈനിലുള്ള ടേപ്പസ്ട്രി ഉണ്ട്. രാജാക്കന്മാർ ഇട്ടുകൊണ്ടിരുന്ന സരി വർക്ക് ചെയ്ത ഡ്രസ് ഉണ്ട്. അന്നത്തെ കാലത്തെ മേക്കപ്പ് ബോക്സും മിററും ഉണ്ട്. ആ ബോക്സിലൊക്കെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള മീനാക്കാരി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് കൊട്ടാരത്തിലെ ആർട്ടിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പേപ്പർ, ബ്രഷസ്, പെയിന്റ് ഒക്കെയാണ്. ഈ കൊട്ടാരത്തിലെ സീൽ ചെയ്ത പേപ്പറിലാണ് ഇവിടുത്തെ ആർട്ടിസ്റ്റ് വരയ്ക്കത്തുള്ളായിരുന്നു. ഈ പെയിന്റ് ഒക്കെ നാച്ചുറൽ പെയിന്റ്സ് ആണ്. ഈ വെജിറ്റബിൾ എക്സ്ട്രാക്ട്സ് ഒക്കെ യൂസ് ചെയ്താണ് അത് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോകണം ശീഷ് മഹൽ അഥവാ മിറർ ഹൗസ് കാണാൻ. ഇത് ആക്ച്വലി ഒരു മെഡിറ്റേഷൻ റൂമാണ്. ഈ നടുക്ക് കാണുന്ന ആ വട്ടത്തിൽ ഇരുന്നാണ് രാജാക്കന്മാർ പ്രാർത്ഥിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ കാണുന്ന രാജകുമാരന്മാരുടെ ഡ്രസ്സാണ്. ഇത് രാജ്ഞിമാരുടെയും. അവിടുന്ന് പിന്നെയും സ്റ്റെപ്പ് കയറി നമ്മൾ മേളിലേക്ക് പോകുമ്പോൾ എത്തുന്നത് ഫൂൾ മഹലിലാണ്. ചീഫ് ഗസ്റ്റിനെ ഒക്കെ വെൽക്കം ചെയ്ത് മീറ്റിംഗും ഡിസ്കഷൻസും ഒക്കെ നടക്കുന്ന റൂം. ഇത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു ഇരുമ്പിന്റെ സ്റ്റെയർസ് ആണ്. ഇത് നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വരുമ്പോൾ രാജാവ് ഇതിന്റെ മേളിൽ കയറും, എന്നിട്ട് താഴെ ആ സ്റ്റെയർസ് ഊരി മാറ്റും. അത് പറഞ്ഞപ്പോൾ സോനു ഒരു സംശയം. सारे खुल जाते नट के थ्रू. पहले भी नट ही है. हाँ नट ही था. ऐसा कुछ नहीं था. पहले ये बना था. ये बनाया, फिर अंदर में लॉक बना दिया. 17th सेंचुरी में नट था. नट ईस्ट इंडिया कंपनी थी जब ब्रिटिश थे अपने भारत में, उस समय का. അവന്റെ ഒരു സംശയം. ഇനി വാ നമുക്ക് പോയി ആർമറി കാണാം. ബാക്കി വാളും പരിചകളൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ ടൈപ്പ് വെപ്പൺസ് ആയിരിക്കുന്ന അറിയോ? കത്തികളും ഡാഗേഴ്സും, കുത്തിക്കഴിഞ്ഞാൽ 3 മാറുന്ന കത്തികള്, കത്തിയും തോക്കും കൂടെ ഒന്നിച്ചുള്ള സംഭവങ്ങൾ. വെരി ക്രിയേറ്റീവ്. ഇത് ഈ പാലസിലുള്ള വൺ ഓഫ് ദി ബെഡ്റൂംസ് ആണ്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഡെക്കോർ ആണ് അകത്ത് ചെയ്തിരിക്കുന്നത്. ബെഡ്, ചെയർസ്, ഒരു ചെസ് ബോർഡ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഫോർട്ടിന്റെ അകം എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ താഴോട്ട് ഇറങ്ങാം. രാവൺ ഹത്ത. ഈ മെഹ്റൻഗഡ് ഫോർട്ട് ആക്ച്വലി ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പേ ഇവിടുത്തെ ഗുരുജീനെ അവർ കണ്ടപ്പം ഗുരുജി പറഞ്ഞു അത്രേ, ഫോർട്ടിന്റെ പണി തീരണമെങ്കിൽ ഒരാളെ ഇവിടെ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പേ ബറി അലൈവ് ചെയ്യണം, ജീവനോടെ കുഴിച്ചിടണം. വോളണ്ടിയേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്നവർ അന്വേഷിച്ച് ഇങ്ങനെ ജനറൽ ബോഡി മീറ്റിംഗ് പോലെ വെച്ച് അന്വേഷിച്ചപ്പം ഒരാൾ വോളണ്ടിയർ ചെയ്ത് ആളെ ജീവനോടെ ഇതിനകത്ത് കുഴിച്ചിട്ടിട്ടാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ, ആദ്യത്തെ ഫൗണ്ടേഷൻ കല്ല് വെക്കുന്നത്. ഇത് നമ്മൾ ഓൾഡ് ജോധ്പൂറിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ആ വാക്ക് വേ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നടന്ന് നമ്മൾ താഴെ എത്തും എന്നെനിക്ക് തോന്നുന്നു. കേരള കൊട്ടോനാളെ പൂഞ്ചേകിലെ തൈ തൈ തക തൈ തൈ കൊട്ടോനാളെ പൂഞ്ചേകിലെ തൈ തൈ തക തൈ തൈ അതെന്തായാലും പൊളിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും സൺസെറ്റ് ആയിരുന്നു. ഇനി നമ്മൾ സർദാർ മാർക്കറ്റിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രാന്തരം കൊണ്ട് ഒരു രക്ഷയില്ലട്ടാ. ഇതാണ് സർദാർ മാർക്കറ്റ്. സൂചി കുത്താൻ ഇടയില്ല എന്നൊക്കെ പറയില്ലേ, അത് തന്നെയായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ആൾക്കാർ നടക്കുന്നുണ്ട്, ബൈക്കും സ്കൂട്ടറും ഒക്കെ പോകുന്നുണ്ട്. നമ്മൾ കുപ്പിവളകൾ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്. കുപ്പിവളയല്ല, ഇത് മരത്തിന്റെ ഗം വെച്ചിട്ടുണ്ടാക്കുന്ന വളയാണ്. ഇങ്ങനെ ഈ ഡിസൈനിലാണ് വരിക. നമ്മൾക്ക് കളർ ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് കളർ ചൂസ് ചെയ്യാം. ഞാനപ്പോൾ ഈ മെറൂണും ഗോൾഡനും കൂടെയാണ് പറഞ്ഞേക്കുന്നത്. നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള വളകൾ വേറെ ഇരിപ്പുണ്ട്. ഞാനും രമ്യ നല്ല വിലക്കുറവിൽ നല്ലപോലെ ഷോപ്പ് ചെയ്ത് വിടുന്നു. ഈ വള ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഞാനത് മൊത്തം വീഡിയോ ഷൂട്ട് ചെയ്തു, നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഈ കളറിന്റെ ബ്ലോക്ക് കനലിൽ ചൂടാക്കി ആ റെസിന്റെ പുറത്ത് ഇങ്ങനെ കളർ പതിപ്പിക്കും. എന്നിട്ട് ആ റെസിൻ ചൂടാക്കി അറ്റം ഇങ്ങനെ തേച്ച് തിന്നാക്കി എടുത്തിട്ട് അതൊരു വളയുടെ ഷേപ്പിലാക്കി ജോയിന്റ്സ് ഒട്ടിച്ചിട്ട് പിന്നെ അത് റൗണ്ട് ആക്കി ലെവലാക്കി തണുക്കാൻ വെക്കും. തേന്റെ വള റെഡിയായി. സർദാർ മാർക്കറ്റ്, ഗിർദിക്കോട്, ഘണ്ടാഘർ, ക്ലോക്ക് ടവർ. ഈ ക്ലോക്ക് ടവറിന്റെ 4 ചുറ്റിനുമാണ് മാർക്കറ്റ് ഉള്ളത്. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ സിറ്റിയിലുള്ള ജനത സ്വീറ്റ് ഹോമിൽ വന്നു. കുറച്ച് സ്വീറ്റ്സ് ട്രൈ ചെയ്യാം. ഭയങ്കര നല്ല മണം. ഇതൊക്കെയാണ് ജോധ്പൂർ സ്പെഷ്യൽ. കച്ചോറി, റബഡി ലഡ്ഡു, ചക്കിയുണ്ട്, ഗേവറുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മെയിനാണ്, മാവ കച്ചോരി. നമ്മളൊരെണ്ണം ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
ഇതാണ് മാവ കച്ചോരി. ആ ബൺ പോലെ ഇരിക്കുന്ന സാധനം മുറിച്ചിട്ടിട്ട് അവരെന്തോ ഒരു സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കടിച്ചു നോക്കാം. രമ്യ, ടേക്ക് ദ ഫസ്റ്റ് ബൈറ്റ്. നല്ല സന്തോഷമുണ്ടല്ലോ മുഖത്ത്. കഴിച്ചു കഴിയുമ്പോഴേ സന്തോഷം കാണണം. സൂപ്പറാണോ? കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഒരു ഏലക്കാടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത്. ആ സോസ് അത്ര ഇഷ്ടപ്പെടില്ല. അതില്ലാതെ നമ്മൾ ഏർലി ഡിന്നർ കഴിക്കാൻ പോവാണ്. ഈ കാണുന്ന കലിംഗ ഹോട്ടലിലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി റെസ്റ്റോറൻറ്റും ഉണ്ട്, താമസവും ഉണ്ട്. നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പോവാണ്. ചിക്കൻ അഫ്ഗാനി, ഇതാണ് എൻ്റെ ഐറ്റം. പ്ലെയിൻ നാൻ, ബട്ടർ നാൻ, പപ്പടം, റൈസ്, കേർഡ് റൈസ് മിക്സ് എന്ന് പറഞ്ഞിട്ട് ഇതും റൈസും കേർഡ് മിക്സ് ഇട്ടിട്ടാണോ? ദാൽ ഫ്രൈ, അത് ബിരിയാണി. ഞാൻ തുറന്ന നമുക്ക് മൊത്തത്തിൽ ജോധ്പൂരിൽ കൂടുതലും വെജ് ഫുഡൊക്കെ കിട്ടുന്നത്. നോൺ വെജ് കിട്ടുന്നത് ഭയങ്കര ചുരുക്കം സ്ഥലങ്ങളിലേ ഉള്ളൂ. നമ്മൾ ഈ ഓൺലൈനിൽ നോൺ വെജ് റെസ്റ്റോറൻറ്റ്സ് തപ്പി ഇങ്ങനെ ഈ കലിംഗ ഹോട്ടൽ കണ്ടുപിടിച്ചതാ. നല്ല ക്വാളിറ്റിയും നല്ല പോർഷനുമാണ്, നല്ല ടേസ്റ്റി ഫുഡുമാണ്. അപ്പം നോൺ വെജ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു മസ്റ്റ് വിസിറ്റ് ആണ് ജോധ്പൂർ. എൻ്റെ ഫേവററ്റ് കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു. ഇവിടുന്ന് സ്ക്രൂ പോയി. ഞങ്ങൾ സ്കൂട്ടറിലിരുന്ന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ കോളറിൽ ഇട്ടിരുന്നത്. അപ്പോൾ ഈ സ്ക്രൂ ഇങ്ങനെ ഞെങ്ങിയിട്ട് പോയി. അപ്പോൾ ആ ഗ്ലാസും പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിന് ശരിയാക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. എവിടെയെങ്കിലും കൊണ്ട് ഈ സെയിം ഗ്ലാസ് അങ്ങനെയൊക്കെ കിട്ടുമോയെന്ന് എനിക്കറിയില്ല, നോക്കണം. ഇത് അടുത്ത ദിവസമാണ്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ റൂം ഒന്ന് ഓടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ച. ബെഡ് ഞങ്ങൾ കിടന്നിട്ട് ഇച്ചിരി അലങ്കോലമാണ്. 2 ബെഡ് സൈഡ് ടേബിള്. ഇവിടെ ഇങ്ങനെ ടേബിളും ചെയറും സെറ്റുണ്ട്. കോഫി സ്റ്റേഷനുണ്ട്. സാധാരണ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഇതുവരെ നിന്ന ഒരു ഹോട്ടലിലും ഈ ഏരിയയിൽ വേസ്റ്റ് ബിൻ ഉണ്ടായിട്ടില്ല. ഇവിടെ അതുണ്ട്. TV ഉണ്ട്, നമ്മൾ തുറന്നിട്ട് പോലും ഇല്ല. ഇവിടെ ഇങ്ങനെ ഒരു ക്ലോത്ത് സ്റ്റാൻഡുണ്ട്, ഒരു മിററുണ്ട്, പിന്നെ ബാത്റൂം ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണ്. നല്ല ക്ലീൻ ആയിരുന്നു, എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇന്നലെ പറഞ്ഞ ബ്ലൂ സിറ്റിയിലെ നമ്മൾ ഇതുവരെ കണ്ടില്ല, അത് ശ്രദ്ധിച്ചായിരുന്നോ? കഴിച്ചിട്ട് അങ്ങോട്ട് പോകാനാണ് തീരുമാനം. ഇന്നലെ വന്ന താടി കഫേയിൽ തന്നെ വന്നു. ഇതെങ്ങനെ വായിക്കുന്നത്? താടി എന്നാണോ തടി എന്നാണോ? അതിനർത്ഥം എന്താ രമ്യ? ഓ അങ്ങനെ, മീശയും താടിയും. എണീക്കെ. ഇത് പനീർ ഊത്തപ്പാണ്, ഇത് മസാല ഊത്തപ്പം. രമ്യ ഫുഡ് കഴിക്കും. രമ്യ, എനിക്കും ചാച്ചനും പ്ലെയിൻ ദോശ. ഇന്നലെ നമ്മൾ മെഹ്റൻഗഡ് ഫോർട്ട് കഴിഞ്ഞിട്ട് ജസ്വന്ത് താടയിൽ വരണം എന്ന് ഓർത്തായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ മാർബിൾ, ഇവിടുത്തെ താജ്മഹൽ എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ നമ്മൾ അവിടെ ഇവിടുന്ന് ക്രോസ് ചെയ്തപ്പോഴേ നമ്മൾ കണ്ടു ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു ഓൾറെഡി. അപ്പം ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഏരിയയിൽ വന്നാണ്. ഈ കാണുന്നതാണ് ജസ്വന്ത് താട. ബ്ലൂ സിറ്റി ലൈൻ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. ഇവിടെ ഫോട്ടോസ് കിട്ടും നല്ല. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. ഈ ബ്ലൂ സിറ്റി ലെയിൻ ഓൾഡ് ജോധ്പൂർ സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ന്യൂ ജോധ്പൂർ സിറ്റിയിൽ ഇങ്ങനെ ബ്ലൂ കളർ ഒന്നും അങ്ങനെ അടിക്കാറില്ല. അത് മോഡേൺ ജോധ്പൂർ ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെയും കുറച്ച് ഇങ്ങനെ വേറെ കളേഴ്സൊക്കെ അടിച്ചിരിക്കുന്ന വീടുകളുണ്ട്. എല്ലാം ഒന്നും ബ്ലൂ അല്ല. എനിക്ക് തോന്നുന്നു ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നല്ല ബ്ലൂ, ലൈക്ക് എല്ലായിടത്തും ബ്ലൂ ഉള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. നല്ല ചൂടും വെയിലുമാണ് ഇന്ന്. ഇപ്പോൾ ഇറക്കം ഇറങ്ങുമ്പോൾ നല്ല രസമുണ്ട്. ഇനിയും ഇതെല്ലാം തിരിച്ച് മുകളിലോട്ട് കയറേണ്ടപ്പോഴാണ് പ്രശ്നം. ബ്ലൂ സിറ്റിയിലേയും തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നേരെ ഒരു രക്ഷയില്ല. ഉള്ളിലോട്ട് കയറി പോകണം. നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അവിടെ എത്തുമായിരിക്കും. എത്തിയാൽ നിങ്ങൾ ഇതിൻ്റെ പുറകെ ഫോട്ടോസ് കാണും. ഇഷ്ടപ്പെട്ടു ഗൈസ്, നമുക്ക് ബ്ലൂ ലൈൻ കിട്ടപ്പെട്ടു. ഇവിടുന്ന് അങ്ങോട്ട് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിവേ ഇവിടുന്ന് ഒരു 5-6 ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. കുറച്ചധികം ബ്ലൂ കിട്ടിയ ആദ്യത്തെ സ്ഥലം. ഈ ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു തരുമെന്ന് അറിയത്തില്ല. ഇവിടെ വന്ന് ലോക്കൽസിനോട് ചോദിച്ച് മനസ്സിലാക്കാനേ പറ്റൂ. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ചാച്ചനും ഞാനും കൊച്ചിനെയും വിളിച്ചോണ്ട് വണ്ടിയിലോട്ട് പോയി. പക്ഷെ സോനും രമ്യ എന്നിട്ടും തളർന്നില്ല. അവർ ആ സ്ഥലം കണ്ടുപിടിച്ച് ഫോട്ടോയും വീഡിയോ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ സോനു എടുത്ത വീഡിയോസാണ് ഈ കാണുന്നത്. ഇനി നമ്മുടെ ജോധ്പൂരിലെ ലാസ്റ്റ് പ്ലേസ്, തൂർജി കാ ഝൽറ. ഇവിടെ ഒരു വെല്ലാണിത്.
ഒരു ഏൻഷ്യൻ സ്റ്റെപ്പ് വെല്ലാണ്. ഈ വെല്ലിനുള്ളിൽ സ്റ്റെപ്സ് ഉണ്ട്, അതിൽ ഇറങ്ങി പോകാം എന്നാണ് പറയുന്നത്. മർവാർ റാണി തൻവാർ എന്ന് പറയുന്ന ക്വീനാണ് ഇത് ഉണ്ടാക്കിയത്. ഇവിടെ ആക്ച്വലി പേട്രിയാർക്കി നന്നായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം മെയിൽസ് ആൻഡ് ഫീമെയിൽസിനെ മൊത്തത്തിൽ സെപ്പറേറ്റ്ലി ആണ് വെച്ചിട്ടുള്ളത് എല്ലാ കാര്യത്തിലും. ഇപ്പം നമ്മൾ ഫോർട്ടിലൊക്കെ പോയപ്പോഴും കണ്ടായിരുന്നല്ലോ. അപ്പം ഇത് ഫീമെയിൽസിന് പ്രൈവറ്റ് ആയിട്ട് ബേത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുളം പോലെയാണ് ഇരിക്കുന്നത്. അത് വെല്ലെന്നാണ് അവർ പറയുന്നത്. ഇത് കണ്ടോ, ഫുൾ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴെ വരെ ചെല്ലാം. ഇപ്പം അവിടെ 2-3 പിള്ളേരെ കുളിച്ചോണ്ട് നിൽപ്പുണ്ട്. അപ്പൊ നമ്മുടെ ജോധ്പൂരിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ ജയ്സാൽമർ വിടുവാണ്. ഏകദേശം 4 മണിക്കൂർ അല്ലടാ, 4.5 മണിക്കൂറാണ് മാപ്സിൽ കാണിക്കുന്നത്. 3 o'clock നമുക്ക് അവിടെ ചെക്ക് ഇൻ, നമ്മൾ ഓൾറെഡി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 o'clock അവിടെ എത്തണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ തന്നെ 12 മുക്കാലായി. പോകുന്ന വഴിക്ക് നമ്മൾ ഇന്നലെ വാങ്ങിച്ച റബ്ഡി ഖേവർ കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഞാനൊരു ബൈറ്റ് ആക്ച്വലി എടുത്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓർത്ത് നിങ്ങളെ കാണിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ നിങ്ങളെ ഒന്നും കൂടി കഴിച്ച് കാണിക്കാം. കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെടിക്കുന്നുണ്ട്. ഇച്ചിരി പൊടിക്ക് എൻ്റെ ഒരു ലെവലിന് കുറച്ച് മധുരം കൂടുതലാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴി കുറച്ച് ആട്ടുകുട്ടികളൊക്കെ കണ്ടപ്പോൾ ചാച്ചന് ഒരേ നിർബന്ധം, അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കണമെന്ന്. ജയ്സാൽമറിൽ ചെന്നുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആർ വീഡിയോ. സ്റ്റേ ട്യൂൺ. ഇനി വന്ന് നമുക്ക് സോനുവിന് ചൊറിയാം, ചുമ്മാ ഒരു രസം. സോനു പാട്ടെടു, സോനു സോനു പാട്ടെടു, സോനു സോനു